കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴ പെയ്തില്ലേ? ഇനി ഞങ്ങളുടെ വീട്ടിലെ മഴക്കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ വീട്ടിലെ കിണറാണ്. ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. കാണിച്ചു തരുന്നുണ്ട് മഴ പെയ്തപ്പോൾ എത്രയാണ് വെള്ളം. നിറയെ മീനുകളുണ്ട്. മീനുകളൊക്കെ അവനും അവൻ്റെ കുഞ്ഞിപ്പാക്കനൊക്കെ ചൂണ്ടയിട്ടിട്ട് ഇതിൽ കൊടുന്നിട്ടതാണ്. അങ്ങനെ ഇഷ്ടംപോലെ മീനുകൾ പൊങ്ങി വരണില്ല. കുറേ ഈ ഒരു ടൈം ആയ കാരണം അതൊന്നും ഒന്നിനെയും കാണാത്ത. ഇനി ഇങ്ങനെ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ തൊഴുത്ത്, പണ്ടത്തെ തൊഴുത്തിൻ്റെ അങ്ങോട്ടാണ് പോണത്. ഇവിടെയാണ് അച്ഛൻ ഇരിക്കാറ്. അവൻ്റെ അച്ഛൻ ഇവിടെയാണ് ഇരുന്നിട്ട് ഫോൺ നോക്കണം. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു റേഞ്ച് കിട്ടാറുള്ളൂ കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ഗ്രാമപ്രദേശമാണ്. ഇവിടെ ഇത് കൂടെ ഒരു തോട് പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഈ തോട്ടിൽ ഇഷ്ടംപോലെ മീനുകൾ ഉണ്ടാവാറുണ്ട്. ഇതാ വാവ മീനിനെയാണ് വാവ കാണിച്ചു തരുന്നത്. കണ്ടോ, ഇഷ്ടംപോലെ മീനുകളുടെ ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്നാണ് മിക്കവാറും അവൻ ചൂണ്ടലിട്ടിട്ട് മീനൊക്കെ പിടിക്കാറ്. പിന്നെ ഇതിലേക്ക് അങ്ങനെ ആരും ഇറങ്ങാറില്ല കേട്ടോ. ഇവിടെ നിറയെ വാഴകളും നല്ല പച്ചപ്പ് നിറഞ്ഞൊരു അന്തരീക്ഷമാണിത്. ഇത് കണ്ടാൽ തന്നെ നല്ലൊരു ഗ്രാമീണ ലുക്കുണ്ട്. നല്ല ഗ്രാമക്കാഴ്ച എന്നൊക്കെ പറയാം. അതുപോലെ നമ്മൾ മീനെ നോക്കണം, പക്ഷെ മീനൊന്നിനെയും കാണാനില്ല കേട്ടോ. വെള്ളത്തിൽ മീനൊന്നും കാണാനില്ല. മീനൊക്കെ പോയി തോന്നുന്നു. വെള്ളം കൂടിയാൽ അങ്ങനെയാണ്, അധികം കാണില്ല. ഒന്നും ഇങ്ങോട്ട് പറ്റിയാൽ ആണ് നന്നായി കാണുന്നത്. ഇവിടെ നിന്നാണ് വലിയ മീനുകളെ കിട്ടാറ് കേട്ടോ. അത് ആ വെള്ളം നിൽക്കുന്നിടത്തുനിന്ന്. അങ്ങനെ ഇവിടെ കുറേ വാഴകളൊക്കെ നിൽക്കുന്നുണ്ട്. അതിൽ ഇടയ്ക്കൊരു അതിശയമുള്ളൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഒരു വാഴ അതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നാണ് കൊല വന്നിരിക്കുന്നത്. പൊതുവേ അതിൻ്റെ മുകളിൽ വന്നിട്ടാണല്ലോ കൊല താഴോട്ട് വരിക. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ സെൻറ്റർ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ അതിന് സിസേറിയൻ സംഭവിച്ചിരിക്കണം. ഡെലിവറി നേരെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സുഖപ്രസവവും. കീറി ഇരിക്കുമ്പോഴാണ് അത് സിസേറിയൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കീറൽ വന്നിരിക്കുന്നത്. ഇനി അവരിങ്ങനെ വാവയും അപ്പവും കൂടിയിട്ട് പോകുന്നുണ്ട്. എന്താ വെച്ചാലേ ഭയങ്കര മഴ വന്നല്ലോ. ആ മഴ വന്ന ആ ടൈമിൽ നമ്മൾക്ക് നല്ലോണം മാങ്ങ തരുന്നൊരു മാവായിരുന്നു കേട്ടോ. നോക്കിയേ, മാവുമ്പോൾ നമ്മൾ കയറിയിട്ട് തോല് വെട്ടിയ പോലെ ഒരൊറ്റ ചില്ല പോലും ഇല്ലാണ്ട് കംപ്ലീറ്റ് ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഇത് കണ്ടോ, ഇനി അത് ആ ഒരു ചില്ല മാത്രമേ വീഴാനുള്ളൂ. ഇത് കണ്ടോ, ഈ വീണ് കിടക്കണ ആ മാവിൻ കൊമ്പുണ്ടല്ലോ, അതതിൻ്റെ മുകളിൽ നിന്ന് വീണതാണ്. പിന്നെ ഈ കിടക്കണ എന്താണെന്നറിയോ, ഇത് നമ്മൾ ഇവിടെ നമ്മൾ അവിടെ നിൽക്കുന്ന ഒരു വലിയ തെങ്ങ്. ഈ തെങ്ങല്ല കേട്ടോ, അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഒരു വലിയ തെങ്ങ്. അപ്പോൾ കാണുവേ, ആ വലിയ തെങ്ങ് നമ്മളുടെ അടുക്കളുടെ നേരെ മുകളിൽ കണ്ടോ, നല്ല ഹൈറ്റുള്ള തെങ്ങ. അടുക്കളുടെ മുകളിലേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് കമ്പി കൊണ്ട് വലിച്ച് കിട്ടിയ കുറ്റിയായിരുന്നു അത്. അതൊക്കെ ശക്തിയായ കാറ്റിൽ അതൊക്കെ വലിച്ച് പൊട്ടിപ്പോയി. ഇത് കണ്ടു, ഇതപ്പോൾ പിന്നെ മീൻ വളർത്തുന്ന കമ്പോസ്റ്റാണ് കേട്ടോ. കമ്പോസ്റ്റായിരുന്നു. അത് ഞങ്ങളങ്ങനെ സിമെൻ്റൊക്കെ ഇട്ടവന് മീൻ വളർത്താൻ ആക്കി കൊടുത്തായിരുന്നു. ഇനി നമ്മൾ നേരെ പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലോട്ട് വരുന്ന വഴിയിലേക്ക് ഇറങ്ങാൻ പോവുക. ഇവിടെയൊക്കെ നല്ലോണം വെള്ളമായിരുന്നു. പിന്നെ ഹൈവേയുടെ അവിടെ JCB വന്നിട്ട് മാന്തിയതുകൊണ്ട് വെള്ളമൊക്കെ വേഗം ഒഴിഞ്ഞു പോയി. ഇപ്പോൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ കാണുന്നുള്ളൂ. എന്നാലും ഭാവിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത് ഞങ്ങൾ അയൽവാസി ശ്രീനീച്ച് റോഡിലേക്ക് പോണ വഴിയാണ്. പിന്നെ ഇവിടെ ഒരു കാക്കാൻ്റെ പറമ്പാണിത്. ഇതിൽ എന്ന് പറഞ്ഞാൽ 2-3-4 കിടങ്ങാണുള്ളത്. ആ കിടങ്ങിൽ നിറയെ കണ്ണനും മറ്റ് മീനുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പിന്നെ വെള്ളം നിറഞ്ഞ് നിൽക്കുകയല്ലേ. അവിടെ ഈ ഏരി ഉണ്ടാക്കിയതിൻ്റെ മുകളിൽ വാഴകളുണ്ട്. പക്ഷെ വാഴയൊക്കെ കാറ്റിന് മറിഞ്ഞ് വീണിട്ടുണ്ട്. നോക്കിയേ, വാവയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. വാവ ഇവിടെ നിന്നാണ് വെള്ളം വരുന്നത് കേട്ടോ. ഈ പറമ്പിൽ നിന്ന് മുൻപ് ഈ പറമ്പിൽ നിന്ന് വെള്ളം വരുമ്പോൾ ചെറിയ പൊരുക്കുകളൊക്കെ ചാടി വരികയൊക്കെ ചെയ്തിരുന്നു. നോക്കി പായലൊക്കെ നിൽക്കണമൊക്കെ വലിയ ഏതോ തോടോ കായലൊക്കെ പോലെ ഉണ്ട്. അല്ല കേട്ടോ, ചെറിയ കിടങ്ങുകളാണ്. പക്ഷെ കിടങ്ങുകൾക്ക് ഇപ്പോൾ ആഴം കൂടുതലുണ്ട്. നോക്കി, ഈ വാഴകളൊക്കെ കാറ്റിന് മറിഞ്ഞ് വീണതാണ് ഇതൊക്കെ. 2 ആൾക്കാർ നടപ്പ് പൂർത്തിയാക്കിയിട്ട് തിരിച്ചതാ വരികയാണ് കേട്ടോ. നമുക്കൊന്ന് വാഴകളൊക്കെ നോക്കി ഒരുപാട് വാഴകൾ മറിഞ്ഞ് വീണെടുക്കുന്നുണ്ട്. അത്രയും കാറ്റും മഴയല്ലായിരുന്നു നമ്മുടെ നാട്ടിൽ. പിന്നെ ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെള്ളം കയറും. കാരണം പാടങ്ങളൊക്കെ തൂർത്തിട്ട് ഇതുപോലെ പറമ്പുകളൊക്കെ ആക്കിയപ്പോഴേ ഇത് കണ്ടില്ലേ, ചകിരി കൊടുത്തിട്ട് ഇത് തൂർക്കാനാണ് തോന്നുന്നത്, ചകിരി കൊടുത്തിട്ട്. പക്ഷേ അതുകൊണ്ട് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാട്ടോ. നല്ല കൊതുകുകൾ ഉണ്ട്. എന്താവശ്യത്തിന് മൂപ്പര് ചകിരി കൊടുത്തിട്ട് മൂപ്പർക്ക് അറിയുള്ളൂ. അവർ അപ്പവും വാവയും പോയിട്ട് റിട്ടേൺ വന്നിരിക്കണം. ഇനി അടുത്തത് നേരെ പോവുകയാണ്. നേരെ പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ തോടിൻ്റെ ആ ഭാഗത്തേക്കാണ് ഇനി പോണത്. നോക്കി, ഈ വെള്ളത്തിലൊക്കെ ഇഷ്ടംപോലെ മീനുകളെ നമ്മൾ കാണാറുള്ളതാണ്. നമ്മളെ വഴിയുടെ അപ്പുറത്തെ സൈഡാണ് ഇട്ടത്.
ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾക്കൊരു വലിയ ചെമ്പരത്തി ഉണ്ട്, ചുവന്ന ചെമ്പരത്തിയാണ്. വീട്ടിൽ അമ്പലമൊക്കെ ഉള്ളതുകൊണ്ട് പൂജയ്ക്കൊക്കെ എടുത്തിരുന്ന ചെമ്പരത്തി കേട്ടോ. ഇതിങ്ങോട്ട് ഈ വഴിയിലേക്ക് ഒരു കുട പോലെ ഇങ്ങോട്ട് വീണ് കിടക്കുന്നുണ്ട്. വീണ് കിടക്കുക പറഞ്ഞാൽ വളഞ്ഞിങ്ങോട്ട് നിൽക്കുകയാണ് കണ്ടോ, ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഈ ഭാഗം നല്ലൊരു ഏരിയ കേട്ടോ, കാണുമ്പോൾ തന്നെ നല്ലൊരു ഗ്രാമീണ ഭംഗി തുളുമ്പുന്നൊരു ഭാഗമൊക്കെയാണ് ഇവിടെ. ഇതേ നോക്കിയാൽ അപ്പവും വാവയും കൂടി പോയിട്ട് ഇത് അവിടെ എത്തി. അവിടെ നടക്കുമ്പോൾ പേടിയാണ്, വഴുക്കാനൊക്കെ ഒരു സാധ്യത ഉണ്ട്. വാവയ്ക്ക് അങ്ങോട്ട് പോകണമെന്നാണ് പറയണത്. ഞാൻ രണ്ടാളെയും പതുക്കെ ഇപ്പുറത്താക്കി. ദാ നേരത്തെ നമ്മൾ അവിടുന്ന് കണ്ട ആ മാവാണിത് കേട്ടോ. ഇതാ മാവിൻ്റെ മുകളിൽ നിന്ന് ഒടിഞ്ഞ് നിൽക്കണം നോക്കിയേ, അവിടെ താഴത്തേക്ക് വീഴാനും കൂടി ഉള്ളൂ. അത്രയും മാങ്ങ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഇവിടെ പറമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പലതരം മാങ്ങകളാണ് കേട്ടോ. പിന്നെ ഒക്കെ ഒന്നരാടൻ മാങ്ങകളാണ്. ഒരു വർഷം കായ്ച്ചാൽ അടുത്ത വർഷം കായ്ക്കില്ല, പിന്നെ പിറ്റത്തെ വർഷം കായ്ക്കുള്ളൂ. അങ്ങനെയാണ് കേട്ടോ. ഈ ഭാഗമൊക്കെ നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്, പക്ഷെ നിറയെ കൊതുവാണ്. ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന കാരണം മീനൊക്കെ കുറവാണ് തോന്നുന്നു. അത് കാരണം തോന്നുന്നത് വാവ അവിടുന്ന് കാല് കഴുകാനുള്ളൊരു പരിപാടിയിലാട്ടോ. മിക്കവാറും വീഴും. അത് കാരണം താപ്പ് പോയി പിടിച്ചിട്ടുണ്ട് ആളേനെ. ആൾക്ക് ഈ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നമ്മളങ്ങനെ വിടാറില്ല. ഇതൊക്കെ കഴിഞ്ഞ് വന്നതാ കാല് കഴുകുകയാണ് രണ്ടാളും കൂടിയിട്ട്. അതിലിടയ്ക്ക് ആൾ ഓടിപ്പോയിട്ട് ഊഞ്ഞാലും ആടുന്നുണ്ട് കേട്ടോ. കാരണം വെള്ളം വറ്റിയ കാരണം ഒരു സ്മെല്ലുണ്ട്. അത് കാരണം വേഗം കാല് കഴുകുകയാണ്. അപ്പൂസ് അതാ വന്നിട്ടുണ്ട്, വീണ്ടും കാല് കഴുകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അവൻ. അങ്ങനെ നമ്മളുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഈ മഴ തോർന്നപ്പോഴുള്ള ചെറിയ കാഴ്ചകളാണിത്. ഇനി ഒരുപാട് കാഴ്ചകളുണ്ട്, അതിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ.